നമസ്കാരം. ഈ അന്തം കമ്മികൾക്ക് ഒരു ആയുധമുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുക. അവരുടെ നേതാക്കളുടെ അഴിമതികളും തെമ്മാടിത്തരങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നവരെ, അവരുടെ പാർട്ടി നേതാക്കളെയും പാർട്ടിയെയും ഗവൺമെന്റിനെയും ഒക്കെ വിമർശിക്കുന്നവരെയൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നത് ഈ രീതിയിലാണ്. അവരെക്കുറിച്ച് പരമാവധി അപവാദങ്ങൾ പ്രചരിപ്പിക്കും. അത് ഇവരുടെ ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഷെയർ ചെയ്ത് അവരെ പരമാവധി മാനസികമായി തകർക്കാനുള്ള ശ്രമമൊക്കെ നടത്തും. പക്ഷേ ചിലരൊക്കെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരും. ഇപ്പോൾ വി ഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ വലിയ രീതിയിലുള്ള കുപ്രചരണമാണ് സർക്കാരിനെതിരെ നടത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ അന്തം കമ്മികൾ. പക്ഷേ ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഒരാഴ്ച പോലും ആയിട്ടില്ല വി ഡി സതീശൻ്റെ സർക്കാർ അധികാരം ഏറ്റെടുത്തിട്ട്. 10 വർഷം നീണ്ട പിണറായി വിജയൻ്റെ കിരാത ഭരണത്തിൽ നിന്ന് മോചനം കിട്ടിയ ഒരു ആശ്വാസത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ. ആ ജനങ്ങളോടാണ് ഇത്തരത്തിൽ കുറ്റങ്ങൾ പറയുന്നത്. അതൊക്കെ ജനങ്ങളുടെ മുന്നിൽ നിന്നാണ് പറയുന്നതെങ്കിൽ അവർ ഒരുപക്ഷെ അടിച്ച് മോന്തക്കുറ്റി പൊളിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും. കാരണം അത്രയേറെ അമർഷമുണ്ട് പിണറായി വിജയൻ്റെ ഭരണത്തോടും പിണറായി വിജയനോടും കേരളത്തിലെ ജനങ്ങൾക്ക്. ഇപ്പോൾ വി ഡി സതീശൻ മന്ത്രി എ പി അനിൽകുമാറിൻ്റെ മകൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാനായി ഗുരുവായൂരിൽ ചെന്നിരുന്നു. ആ ഗുരുവായൂരിൽ ചെന്നതുപോലും ഈ അന്തം കമ്മികൾ വാർത്തയാക്കി. അത് കൈരളി TV ഒക്കെ പറഞ്ഞത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗുരുവായൂർ സന്ദർശിച്ചതുകൊണ്ട് ഒരുപാട് പേർക്ക് ദർശനം മുടങ്ങി, പലരും ബുദ്ധിമുട്ടി എന്നുള്ളതൊക്കെയാണ്. ഇവരൊക്കെ എന്തിനാണ് ഈ നുണകൾ പടച്ചു വിടുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ്. 33 വർഷത്തിനിപ്പുറമാണ് ലീഡർ കെ കരുണാകരന് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ മാറിയത്. റവന്യൂ മന്ത്രി എ പി അനിൽകുമാറിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി കൂടിയാണ് വി ഡി സതീശൻ ഇന്നലെ ഗുരുവായൂരിലെത്തിയത്. ക്ഷേത്രം തെക്കേനടയിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് മുന്നിൽ കാറിൽ ഇറങ്ങിയ മുഖ്യമന്ത്രി നേരെ ക്ഷേത്ര നടയിലേക്കാണ് നടന്നത്. ദർശനത്തിനായി കാത്തുനിന്നവർ മുഖ്യമന്ത്രിയെ തൊഴുകൈകളോടെ വരവേറ്റു. പിണറായി വിജയനെയാണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും തൊഴുകൈകളോടെ വരവേറ്റുമോ? പേടിയോടുകൂടി ദൂരെ മാറി നിന്ന് നോക്കും. അത് മാത്രമേ ചെയ്യുള്ളൂ. പിണറായി വിജയനെ കാണുമ്പോൾ വധൂവരന്മാരെ ആശീർവദിച്ച് അവർക്കൊപ്പം ഫോട്ടോയും എടുത്ത് മുഖ്യമന്ത്രി നേരെ പോയത് ക്ഷേത്ര ദർശനത്തിനായി ക്ഷേത്രത്തിനകത്തേക്കാണ്. ഈ ധരിച്ചിരുന്ന ഷർട്ട് നടക്കൽ വെച്ച് തന്നെ അഴിച്ച് ഒപ്പമുള്ള ആൾക്കാരെ ഏൽപ്പിച്ചു. വേഷ്ടി പുതച്ച് അകത്തേക്ക് കടക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ OB അരുൺ മുഖ്യമന്ത്രിയോട് രഹസ്യമായി പറഞ്ഞു, ഈ കൂടെയുള്ളവരുടെ എണ്ണം നിയന്ത്രിക്കണം എന്ന്. അദ്ദേഹം അത് ചെവിക്കൊള്ളുകയും ചെയ്തു. ദർശനത്തിനായി മറ്റാരും തൻ്റെ കൂടെ വരേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി അപ്പോൾ തന്നെ പറയുകയും ചെയ്തു. പൊതു അവധി ആയതുകൊണ്ട് തന്നെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനത്തിന് നിയന്ത്രണമുണ്ടായിരുന്നു ഗുരുവായൂരിൽ. വി ഡി സതീശൻ വരുമ്പോഴെല്ലാം ദർശനത്തിന് അനുഗമിക്കാറുള്ള ഒരാളുണ്ട്. ദേവസ്വത്തിലെ മുൻ ജീവനക്കാരനായ ഒരു TK ഗോപാലകൃഷ്ണൻ. അദ്ദേഹം 4500 രൂപയടച്ച് 5 പേർക്ക് ക്യൂ നിൽക്കാതെ ദർശനത്തിനുള്ള നെയ്വിളക്ക് ടിക്കറ്റ് എടുത്തു വെച്ചിരുന്നു. ഈ സൗകര്യം ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി ദർശനം നടത്തിയത്. മുഖ്യമന്ത്രിക്കൊപ്പം ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് ആകെ 4 പേർ മാത്രമാണ്. അകത്ത് കിടന്നപ്പോൾ ശീവേലിയുടെ സമയമായിരുന്നു. ആനപ്പുറത്ത് 3 പ്രദക്ഷിണം പൂർത്തിയാകുന്നതുവരെ അദ്ദേഹം തൊഴുതു നിന്നു. ശീവേലി കഴിഞ്ഞ് കണ്ണൻ്റെ തങ്കത്തിടമ്പ് അകത്തേക്ക് പ്രവേശിക്കുന്നത് അടുത്തു നിന്ന് തൊഴുതു. ശീവേലിക്കൊപ്പം അകത്ത് കടന്ന് ദർശനം നടത്തി. കദളിക്കുലയും നെയ്യും നടക്കൽ സമർപ്പിച്ചു. മേൽശാന്തി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂരി അദ്ദേഹത്തിന് പ്രസാദം നൽകുകയും ചെയ്തു. ഈ നാലമ്പലത്തിൽ നിന്ന് പുറത്തു കടന്നതോടെ ഈ ആൾക്കാരെല്ലാം, അവിടെ ഉണ്ടായിരുന്ന ഭക്തരെല്ലാം മുഖ്യമന്ത്രിയുടെ ചുറ്റും കൂടി. എല്ലാവരോടും കുശലം പറഞ്ഞും ചിരിച്ചുമൊക്കെയാണ് അദ്ദേഹം മുമ്പോട്ട് നടന്നുപോയത്. ഭഗവതിയെയും അയ്യപ്പനെയും തൊഴുത് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ തിടപ്പള്ളിയിൽ നിന്ന് നേദിക്കാനുള്ള പാൽപ്പായസം ശ്രീലകത്തേക്ക് കൊണ്ടുപോകാനായി പ്രദക്ഷിണ വഴിയിൽ ഭക്തരെ തടഞ്ഞ സമയമായിരുന്നു അത്. മുഖ്യമന്ത്രിക്ക് പോകാനായി വഴിയൊരുക്കാൻ പോലീസ് ശ്രമിച്ചപ്പോൾ അദ്ദേഹം തടഞ്ഞു. പാൽപ്പായസം കൊണ്ടുപോയി കഴിയുന്നതുവരെ ഭക്തർക്കൊപ്പം കാത്തു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ചെയ്തത്. അവിടെ പിണറായി വിജയനായിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ദിലീപിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ കുഞ്ഞിക്കൂനൻ. ആ കുഞ്ഞിക്കൂനലിൽ അവിടുത്തെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച് സായികുമാർ നോക്കുന്നത് പോലെ ഒരു നോട്ടം നോക്കിയേനെ. അത് മാത്രമല്ല, അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഭക്തരെയൊക്കെ ചവിട്ടി പുറത്താക്കിയേനെ. അതായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ വി ഡി സതീശൻ വ്യത്യസ്തനായതുകൊണ്ടാണ് അദ്ദേഹം അവിടെ കാത്തു നിന്നത്. ഇനി അതിനെ ഡ്രാമ എന്ന് പറയും ഈ അന്തം കമ്മികൾ. എന്തോ ആയിക്കോട്ടെ, എന്തായാലും അദ്ദേഹം അത് തടഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. ഈ പാൽപ്പായസം കൊണ്ടുപോയി കഴിയുന്നതുവരെ അദ്ദേഹം ഭക്തർക്കൊപ്പം കാത്തു നിൽക്കുകയും ചെയ്തു. പിന്നീടാണ് വെണ്ണ കൊണ്ടും മണിക്കിണറിലെ തീർത്ഥം കൊണ്ടും തുലാഭാരം നടത്തിയത്. മുഖ്യമന്ത്രിക്ക് 71 കിലോഗ്രാം വെണ്ണ വേണ്ടി വന്നു. ഇതിൻ്റെ തുകയായി 32,050 രൂപ ദേവസ്വത്തിൽ അടയ്ക്കുകയും ചെയ്തു. മണിക്കിണറിലെ തീർത്ഥം കൊണ്ടുള്ള തുലാഭാരത്തിന് 200 രൂപയായിരുന്നു ചെലവ്. ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രിയെ കണ്ട് ജനങ്ങൾ വലിയ രീതിയിൽ ആരവം മുഴക്കി. ഇവിടെയും നമ്മൾ പിണറായി വിജയനെ സ്മരിക്കേണ്ടതുണ്ട്. കാരണം പിണറായി വിജയൻ പോവുകയാണെങ്കിൽ ആരും ആരവം മുഴക്കില്ല, മിണ്ടാതെ നിൽക്കും. കാരണം ഒരു സൂചി പുറത്ത് താഴെ വീണാൽ കേൾക്കാവുന്ന ഒരു നിശബ്ദത. അങ്ങനെയാണല്ലോ ഏകാധിപതികളെയും ഭയപ്പാടുള്ളവരെയും ഒക്കെ കാണുമ്പോൾ ജനങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിരുന്നു സ്ഥിതി. അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കാനും വിശേഷം പറയാനും ഫോട്ടോ എടുക്കാനും തിരക്കായി. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാളികേരമുടച്ച് അദ്ദേഹം ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തി. അദ്ദേഹത്തെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. ഇതാണ് സത്യത്തിൽ അവിടെ നടന്നത്. ഇതിനെയാണ് അവിടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ള തരത്തിലൊക്കെ
വേണ്ടിയിട്ടൊക്കെ ഈ അന്തം കമ്മികളൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. എനിക്ക് കൂടെ ഇത് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പിണറായി വിജയനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയനെ തന്നെ നമ്മൾ എടുത്ത് പറയുന്നത്? നമ്മുടെ ഇത്രയധികം 10 കൊല്ലങ്ങൾ നമ്മുടെ നാടിനെ നരകത്തീയിൽ ഉരുക്കിയ ഒരു മനുഷ്യനാണ് അയാൾ. അത് മാത്രമല്ല കള്ളക്കേസ് എടുത്തു. ഈ കള്ളക്കേസൊക്കെ എടുത്തതിൻ്റെ ഒരു അസഹിഷ്ണുതയും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാവൂ. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ ഇത്തരം പ്രവൃത്തികൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. കമ്മികൾ ഇതിനെ വെളുപ്പിക്കാൻ നോക്കുകയാണ്. കാരണം കുപ്രചരണങ്ങൾ നടത്തി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇത്തരക്കാരനാണ്, അദ്ദേഹം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പോലെ ആയിരുന്നില്ല എന്നൊക്കെ വരുത്തി തീർക്കാനാണ് ഈ അന്തങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്ന് ചിലവാക്കിയാണ് ഇയാളുടെ മരമോന്ത വെച്ചിട്ടുള്ള ബോർഡുകൾ, ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചത്. അതിലൊക്കെ പറഞ്ഞിരുന്ന കള്ളങ്ങൾ വോട്ടായി മാറ്റാമെന്നായിരുന്നു ഈ മണ്ടന്മാരുടെ പ്രതീക്ഷ. എല്ലാം ചീറ്റിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും ഗുരുവായൂരിൽ നടന്നതിൻ്റെ വാസ്തവം ഇതാണ്. കേരളത്തിലെ പൊതുസമൂഹം ഇത് കാണുന്നുണ്ട്. കൈരളിയോ ദേശാഭിമാനിയോ അന്തങ്ങളോ എന്നും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. ഇനിയിപ്പോൾ ഇവിടെ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് ആർക്കും യാതൊരു കുഴപ്പമില്ല. പിണറായി വിജയൻ ആ ഒരു കസേരയിലേക്ക് കയറാതിരുന്നാൽ മതി. CPM-ൻ്റെയും അവസാനം എന്തായാലും ഇല്ല. ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് CPM-നില്ല. അതുതന്നെ വലിയൊരു ആശ്വാസം. കാരണം ഇനി വരുന്ന 5 വർഷങ്ങൾ കൊണ്ട് UDF വളരെ ഭംഗിയായി ഭരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അത് കഴിയുമ്പോൾ ഈ പറഞ്ഞ ഇരവഴിഞ്ഞിപ്പുഴ മറ്റേ ആർക്കും ഉള്ളതെന്ന് പറഞ്ഞതുപോലെ സംഭവം BJP-യുടെ കയ്യിലേക്ക് പോകാനും സാധ്യതയുണ്ട്. എന്തായാലും നിർത്തുന്നു, വീണ്ടും കാണാം.